തൃശൂർ ചാവക്കാട്ടും ഇപ്പോൾ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുകയാണ്. മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഈ മലപ്പുറത്തെ സംഭവം തന്നെ നമ്മളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ ചാവക്കാട്ടെ സംഭവം എങ്ങനെയാണ്? വലിയ തോതിലുള്ള വിള്ളലാണോ രൂപപ്പെടുത്തിയിരിക്കുന്നത്? ദേശീയപാത 66 മണത്തലയിൽ നടക്കുന്ന മേൽപ്പാലത്തിന്റെ മുകളിലാണ് ടാറിട്ട ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലെ മേൽപ്പാലത്തിൽ ഏകദേശം ടാറിട്ട ഭാഗത്ത് 50 മീറ്ററോളം ഇടത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. ഇത് പിന്നീട് നാട്ടുകാർ ഈ വിള്ളൽ വീഡിയോ എടുക്കുകയും പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തതോടുകൂടി ഇന്നലെ വൈകിട്ട് തന്നെ ഈ ദേശീയപാത അധികൃതർ അങ്ങോട്ടേക്ക് എത്തുകയും അവിടെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. നിലവിൽ ഈ ഭാഗത്തുള്ള വിള്ളൽ ഇന്നലെ രാത്രി തന്നെ അധികൃതർ ടാറിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും മലപ്പുറത്ത് സംഭവിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ പാലത്തിന്റെ വശങ്ങൾ ഇടിയുകയോ മറ്റോ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. വിള്ളലിലൂടെ വെള്ളം ഇറങ്ങി മലപ്പുറത്തുണ്ടായതുപോലെ വലിയ തകർച്ച ഉണ്ടാകുമോ എന്ന ഭീതിയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ദേശീയപാതയിൽ നിന്ന് വെള്ളവും ചെളിയും പരിസരത്ത് വീടുകളിലും മുറ്റത്തേക്കും പറമ്പുകളിലേക്കും ഒക്കെ ഒഴുകുന്നത് ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ട് അത് ഏതെങ്കിലും തരത്തിൽ വലിയ അപകടം ഉണ്ടാക്കുമോ എന്ന ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സ്ഥിതിയിൽ ദേശീയപാത അധികൃതർ ആ വിള്ളൽ അടച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇടങ്ങളിൽ വിള്ളൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണുള്ളത്. ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാത്തതിനാലായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്.